വടക്കേ അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ മലയിറങ്ങി ബേസ് ക്യാമ്പിലേക്ക് എത്തി എന്ന വിവരമാണ് വരുന്നത്. ഷെയ്ഖ് ഹസൻ ഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയെയും ബേസ് ക്യാമ്പിൽ എത്തിച്ചു എന്ന് അലാസ്ക ഗവർണറുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. മകൻ സുരക്ഷിതനാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് അമ്മ ഷാഹിദ 24-നോട് പറഞ്ഞു. ഷെയ്ഖ് ഹസൻ ഖാന്റെ പത്തനംതിട്ടയിലെ പന്ത്രത്തെ വീട്ടിൽ നിന്ന് എ വി ജയശങ്കർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജയശങ്കർ, നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമുണ്ട്, കുടുംബത്തിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇന്നലെയൊക്കെ അമ്മ മകൻ ഒന്ന് വിളിച്ചാൽ ഒരു സന്തോഷമാകുമായിരുന്നു, ഒരു ആശ്വാസമാകുമായിരുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് സുരക്ഷിതനായി എത്തി എന്ന ആ വാർത്ത ആ വീട്ടിൽ നൽകുന്ന സന്തോഷം ചെറുതല്ലല്ലോ, അല്ലേ? വിജയകുമാർ, ഈ വീടിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയൊക്കെ നമ്മളിവിടെ എത്തുമ്പോൾ ഉമ്മയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ മകനെക്കുറിച്ചുള്ള ആദ്യം ഉണ്ടായിരുന്നു. മകനൊന്ന് സംസാരിച്ചാൽ മതിയെന്നായിരുന്നു ഉമ്മ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഉമ്മ ഷാഹിദ 24-നോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം അനുസരിച്ച് ബേസ് ക്യാമ്പിൽ എത്തിച്ചു, സുരക്ഷിതനാണ്. അപ്പോൾ എങ്ങനെയാണ്, സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി, ഇപ്പോഴാണ് സന്തോഷമായത്. ഭയങ്കര സന്തോഷമുണ്ട്. ബേസ് ഇനി മോനൊന്ന് വിളിച്ചാൽ മതി, വിളിക്ക് കാത്തിരിക്കുമോ ഞാൻ. ഉടൻ തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉടൻ തന്നെ മോൻ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും. ഇങ്ങനെ നിരന്തരം യാത്രയൊക്കെ പോകാറുണ്ടല്ലോ, എല്ലാ വർഷവും യാത്രയാണ്. അപ്പോൾ ഒന്നുമില്ല, അവന് രാത്രിയും തോന്നുമ്പോൾ അവനങ്ങ് പോകും. എല്ലാ യാത്രയും, ഇവിടെ യാത്രയെന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. വീട്ടിലേ ഉണ്ടാവാറില്ല? വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം വീട്ടിലേ കാണില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ യാത്രയാണ് അവന് മെയിൻ ഹോബി, അത് യാത്രയാണ്. ഈ നമ്മൾ വാർത്തയൊക്കെ കൊടുത്തതിന് പിന്നാലെ ഇവിടുത്തെ MP-മാർ ഇടപെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു, അങ്ങനെ കൃത്യമായിട്ട് ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതും സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം. അതെല്ലാം പെട്ടെന്നായിരുന്നു. നമ്മുടെ ആൻ്റണി MP എല്ലാവരും സഹകരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. അതെ, ഉമ്മ പറയുന്നത് വലിയ സന്തോഷമുണ്ടെന്നാണ്. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ എന്തായാലും പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം മുതൽ പലരും ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നൊരു കാഴ്ചയായിരുന്നു. കാരണം ഒരു നാടിൻ്റെ തന്നെ പ്രിയപ്പെട്ട ഒരാളായി ഷെയ്ഖ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അത് കുടുംബത്തെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും വളരെ സന്തോഷമാണ്. നമുക്ക് വ്യക്തിപരമായും ഈ കുടുംബവുമായും മറ്റൊരു അടുപ്പമുണ്ട്. ഈ ആശ്മിയുടെ വളരെ അടുത്ത ബന്ധുക്കളാണ്. ഈ ഉമ്മയും ആശ്മിയൊക്കെ വളരെ അടുത്ത ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ ആശ്മിയെ സംബന്ധിച്ചും വ്യക്തിപരമായ സന്തോഷമാണ്. ഇന്നലെ ഈ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ആദ്യം ആവശ്യപ്പെട്ടത് ആശ്മിയുമായി ഫോണിലൊന്ന് സംസാരിക്കണം എന്നാണ്. നമ്മൾ അതിനുള്ളൊരു അങ്ങനെ ഫോണിൽ വിളിച്ച് ഫോൺ കൊടുക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ നമ്മളെ സംബന്ധിച്ചും 24-നെ സംബന്ധിച്ചും വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എന്തായാലും ഷെയ്ഖ വളരെ സുരക്ഷിതനായി ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഉമ്മയെ വിളിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഉമ്മയുള്ളത്. എന്തായാലും ആ വിളി ഉടൻ തന്നെ എത്തുമെന്നാണ് നമ്മളും കരുതുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. എന്തായാലും ആരോഗ്യനില ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ ഫോണൊക്കെ ശരിയാക്കി ഷെയ്ഖ ഉമ്മയെ വിളിക്കും. ആ വിളിക്ക് വേണ്ടി നമ്മുടെ ഒരു സന്തോഷമൊക്കെ അറിയിച്ചേരെ. ഉമ്മ ഹാപ്പിയാണെന്ന് അറിയുന്നത് നമുക്കും സന്തോഷം. പ്രത്യേകിച്ച് ഈ ഉമ്മയുടെ തന്നെ അടുത്ത ബന്ധുവായ ആഷ്മി ഇതിനകത്ത് വളരെ കാര്യമായ ഒരു ഇടപെടൽ കൂടി നടത്തി. ആ ഇടപെടലാണ് ഇപ്പോൾ ഒരു പക്ഷേ അല്ലേ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഷെയ്ഖ് പന്തളത്ത് എത്തുമ്പോൾ നമ്മളൊരു പൗരസ്വീകരണം കൊടുക്കും. കാര്യം മലമുടിയിൽ പോയി ഇങ്ങനെ ഒരു കൊടി നാട്ടിയില്ല അല്ലേ, ചെറിയ കാര്യമല്ല. അതും 17,000 അടി ഉയരത്തിൽ, ഒരു 1000 അടി ഉയരത്തിൽ പോലും നാട്ടാൻ നമുക്ക് പറ്റിയിട്ടില്ല.